സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാ നിർമുക്തം നിത്യമുക്തം യമശസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരൊരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ഭാതി സാക്ഷാത് ഗുരുഭവനപുരേഹന്ത ഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതനധർമ്മ സംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമൻ നാരായണീയത്തിൽ രാമായണ ഭാഗത്തിലെ അവസാനത്തെ ശ്ലോകമാണ് ഇനി നോക്കാനുള്ളത്. രാവണനെ വധിക്കാനുള്ള അവസരം വന്നണഞ്ഞു എന്ന് കരുതി ഭഗവാൻ സന്തോഷിക്കുകയാണ് ചെയ്തത്. വധോപായം ആയി, അതിനുള്ള മാർഗമായി ആർത്തോപി, സീതയെ പിരിഞ്ഞ ദുഃഖമുണ്ട്, തേനാർത്ത അഭി, ആർത്തനാണെങ്കിലും ഉള്ളിൽ സന്തോഷിച്ചു. ആ ദുഷ്ടനെ കൊല്ലാൻ നല്ല കാരണമായല്ലോ. കാരണം കൂടാതെ നല്ല രാജാക്കന്മാരെ ആക്രമിക്കാറില്ല. ഒട്ട് വയ്യേനെയും രാവണൻ തെറ്റ് ചെയ്തിട്ട് വേണ്ടേ ചെയ്യാൻ. ഏതായാലും നല്ലൊരു കാരണം കിട്ടി എന്ന് കരുതി തദ്വധോപായ ലാഭാൻ തേനാർത്തോപിത്വം അന്തക്കിമഭി മുദമധാത്, മുദം സന്തോഷം, പുറത്തേക്ക് കാണിച്ചില്ല, ഉള്ളിൽ സന്തോഷമാണ് സത്യത്തിലുണ്ടായത്. ഭഗവാനുണ്ടോ അല്ലെങ്കിൽ ഇതൊക്കെ ദുഃഖം. അതിനുശേഷം അവസാനത്തെ ആ ദശകത്തിലെ ശ്ലോകം ഭൂയസ്തന്യൻ വിജിന്നൻ അഹൃദശമുഖവധൂം മദ്വദേനേത്യുക്തായ തേ ജഡായോ ദിവമതസുകൃതപ്രാതനോ പ്രേതകാര്യം ഗൃഹാനം തം കബന്ധം ജഗനിത ശബരിം പ്രേക്ഷ്യ പമ്പാതടേത്വം സംപ്രാപ്തോ വാദസൂനം വൃഷമുദിതമനാ പാഹിവാദാലയേശാം. പകുതി കഴിഞ്ഞു രാമായണം എന്ന് പറയാം. അടുത്ത ദശകത്തിൽ കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇവിടെ പറയണ ഭൂയർ തന്നിൻ വിജിന്യൻ, തന്നി സീത, സ്ത്രീ, തന്നി സ്ത്രീ ആണ്. ആ സ്ത്രീയായിട്ടുള്ള സീതയെ വിജിന്വൻ തിരഞ്ഞു. സീതാന്വേഷണം വളരെ കേമായിട്ടുണ്ടായി. വനദേവതമാരെ നിങ്ങളുമുണ്ടോ കണ്ടു, വൃക്ഷസഞ്ചയങ്ങളെ നിങ്ങളുമുണ്ടോ കണ്ടു, പക്ഷിസഞ്ചയങ്ങളെ നിങ്ങളുമുണ്ടോ കണ്ടു. സർവജ്ഞനാണെങ്കിലും സീത എവിടെ പോയി എന്നറിയാമെങ്കിലും വീണ്ടെടുക്കാമെന്ന് പൂർണ്ണ വിശ്വാസമുണ്ടായിട്ടും ഒന്നും സംഭവിക്കില്ല എന്ന് ഉറപ്പുണ്ടായിട്ടും ഇതൊന്നും ഉറപ്പില്ലാത്ത പോലെ നടിച്ച് ദുഃഖിച്ചു. അഭിനയിക്കുമ്പോൾ അഭിനയം ശരിയാവണമല്ലോ. വളരെയേറെ ദുഃഖിച്ചു. തന്നിൻ വിജിന്നൻ, എല്ലാ ദിക്കിലും അന്വേഷിച്ചു. ഗോദാവരി നദീതീരത്തും ആ കാടുകളുടെ വിവിധ സ്ഥലങ്ങളിൽ, നദീതീരങ്ങളിൽ, ഗോദാവരി അല്ലാത്ത നദീതീരങ്ങളിൽ, ആശ്രമങ്ങളിൽ, പർവ്വതനിരകൾ, എല്ലാ ദിക്കിലും ഇനി എവിടെ അന്വേഷിക്കാൻ ബാക്കിയില്ല. അഹൃദശമുഖത്വം മദ്വദേനേത്യുക്ത്വാ ജഡായും, ഇരിക്കുമ്പോഴാണ് ജഡായുവിനെ കാണുന്നത്. ത്വദ്വധൂം, അങ്ങയുടെ പത്നിയെ രാവണൻ അപഹരിച്ചു കൊണ്ടുപോയി. എന്നെ കൊല്ലാൻ ദുഷ്ടൻ നോക്കി, ഇതാ ഞാൻ പ്രാണൻ വെടിയാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് ജഡായുവിനെ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതായിട്ട് അങ്ങനെ കണ്ടതായ ജഡായു രാമനോട് ഇങ്ങനെ പറയുകയും ചെയ്തു. ജായുവിനെ കണ്ടു. ജഡായു പറഞ്ഞു രാവണൻ ആണ് കൊണ്ടുപോയത് എന്നും തടഞ്ഞ സമയത്ത് തന്നെ കൊല്ലാൻ നോക്കി എന്നും പ്രാണൻ വെടിയാൻ നിൽക്കുകയാണ്, എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞതായിരിക്കുന്ന രാമഭക്തനായിരിക്കുന്ന ജഡായുവിനെ കണ്ടു. ത്വദ്വധും, അങ്ങയുടെ പത്നിയെ മദ്വധേനേ ത്യുക്ത്വ, എന്നെ കൊല്ലുക. ആരെ കൊല്ലുക? ജഡായുവിനെ. ജഡായുവിൻ്റെ വാക്കാണ് മദ്വധേനോ, ജഡായുവിൻ്റെ വേർഡായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, കൊട്ടേഷൻ. അവനെ കൊല്ലുക എന്നാണല്ലോ നമ്മൾ പറയുകയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് പേഴ്സൺ മദ്വധേന. ജഡായു അങ്ങനെ പറഞ്ഞു. സംസ്കൃതത്തിൽ ഈ കൊട്ടേഷൻ മാർക്ക് ഇല്ല അത്രേ, അതുകൊണ്ടാണ് അവിടെ അത് ഇടാറുള്ളത്. അല്ലെങ്കിൽ അത് വളരെ ചെറിയൊരു വാക്കായതുകൊണ്ടാവാം കൊട്ടേഷൻ ഇടാറൊക്കെ ഉണ്ട്. മദ്വധേന, ആര് പറയണത്? ജഡായുവിൻ്റെ വാക്കാണത്. മദ്വധേന ത്വദ്വധൂം ആഹൃത,
അങ്ങയുടെ പത്നിയായിരിക്കുന്ന സീതയെ അപഹരിച്ചു എന്ന് ജടായു പറഞ്ഞു. അങ്ങനെ മരണത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ജടായു ഭാഗ്യവശാൽ അവസാന നിമിഷത്തിൽ രാമനെ കണ്ടു. വധൂമത്വധേനെ തിക്ത്വാ, എന്നെ കൊന്ന് ആ ദുഷ്ടരാവണൻ ഭഗവാനെ അങ്ങയുടെ പത്നിയെ അപഹരിച്ചു. എങ്ങനെ ധൈര്യം വന്നു അവന് എന്നറിയില്ല. ഇത്യുക്ത്വായാദേ ജടായു ദിവമത സുഹൃതപ്രാതനോ പ്രേതകാര്യം. ഭഗവാൻ വിചാരിച്ചു, കഷ്ടം, എനിക്ക് വേണ്ടി മരിക്കാനടക്കം തയ്യാറായല്ലോ ജടായോ നീയെ. മരിക്കാൻ തയ്യാറായി എന്നല്ല, മരണം ആയി തീർന്നു, ആസന്ന മരണനായിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്ക് പ്രാണനാട് പോവുകയാണ്, കണ്ടിട്ട് വേണം മരിക്കാൻ എന്ന് സീതാദേവിയന് അനുഗ്രഹം കൊടുത്തു. എന്നെ സഹായിച്ചു, രാവണനെ എതിർത്തതിന് രാമനെ കണ്ടിട്ടേ നീ മരിക്കുള്ളൂ. പിന്നെ അപ്പം മരിച്ചാൽ എന്താ, മരിച്ചില്ലെങ്കിൽ എന്താ, ഭഗവാനെ ഒരു നോക്ക് നല്ലപോലെ കണ്ടിട്ട് ഇവിടുന്ന് പ്രാണൻ വെടിഞ്ഞാൽ ജീവിത ലക്ഷ്യമായി. വേറെ ഇപ്പം ഇവിടെ എന്തുണ്ടാക്കിയിട്ടെന്താ, എന്തുണ്ടായിട്ടെന്താ. ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഇന്ദിരാദേവി കൊടുത്തത്. സീത ഇന്ദിരയാണ്, ലക്ഷ്മിയുടെ അവതാരമാണ്. നിനക്കൊരു ഭാഗ്യം ഞാൻ തരാം, മറ്റൊന്നും എനിക്കിപ്പോൾ തരാൻ പറ്റില്ല, കാരണം എന്നെ കൊന്നു കഴിഞ്ഞിരിക്കുന്നു, ചിറകറ്റില്ലേ, മരിക്കണേൻ്റെ മുമ്പ് നീ രാമനെ കാണും എന്നും പറഞ്ഞു രാവണൻ. അധികം സംസാരിക്കാൻ പറ്റുമോ? കൊണ്ടുപോയി പ്രാതനോ പ്രേതകാര്യം. രാമനാവട്ടെ സന്തോഷത്തോട് കൂടിയിട്ട്, സന്തോഷം എന്ന് പറഞ്ഞാൽ സന്തോഷമില്ല, ബഹുമാനത്തോട് കൂടിയിട്ട്, ജടാവിനോടുള്ള അനുഭാവത്തോട് കൂടിയിട്ടാന്ന് പറയാൻ നല്ലത്. സന്തോഷം അവിടെ ഉണ്ടാവാൻ വയ്യല്ലോ. അവൻ്റെ ഉദകക്രിയ പ്രേതകാര്യം, മരണാനന്തര ക്രിയകൾ ഭഗവാൻ ചെയ്തു. ഭഗവാന്റെ കൈ കൊണ്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു മഹാഭാഗ്യമാണ്. പടപ്പം എന്തൊക്കെ ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം എന്ന്. മരണസമയത്ത് ഈശ്വരസ്മരണി ഉണ്ടാവുക, രാമൻ്റെ കൈ കൊണ്ട് മരിക്കുക, കൈ കൊണ്ട് ആ ക്രിയകളൊക്കെ ചെയ്യാനുള്ള യോഗം ഉണ്ടാവുക. ഇന്ദിരാദേവിയുടെ അനുഗ്രഹം കൊണ്ടാണ്, സീതയുടെ അനുഗ്രഹം കൊണ്ടാണ് അത് ഉണ്ടായത്. പ്രാതനോ പ്രേതകാര്യം, ആ പ്രേതകാര്യത്തെ, മരണാനന്തര ക്രിയകളെ ഭഗവാൻ ചെയ്തു. നല്ലൊരു ഗതി അവനുണ്ടാകുവാൻ. അല്ലേ, ലക്ഷ്മണ കാഷ്ടങ്ങൾ കൊണ്ടുവന്നു ദഹിപ്പിക്കുക. കാഷ്ടങ്ങൾ സംസ്കൃതത്തിൽ മരങ്ങൾ എന്നർത്ഥമാണ് കേട്ടോ. കാഷ്ടം മലയാളത്തിലത്തെ കാഷ്ടമല്ല, മരങ്ങൾ, മരത്തടികൾ, ചില്ലകൾ, മരത്തിൻ്റെ കൊമ്പ്, അതിനാണ് കാഷ്ടം എന്ന് പറയുക. അതൊക്കെ കൊണ്ടുവന്നു ശരീരത്തെ ദഹിപ്പിച്ച ഉദകക്രിയ. നല്ലൊരു ഗതി അവനുണ്ടാവാൻ വേണ്ടി രാമൻ ചെയ്തു എന്ന് പറയണം. തിക്ത്വ ഉക്ത പറഞ്ഞിട്ട് തിക്ത്വ യാതേ ജടായു ദിവം, സ്വർഗത്തിലേക്ക് പോയി. ദിവം സ്വർഗമാണ്, ദിവംഗതനായി, മരിച്ച ആൾക്ക് പറയും ദിവംഗതനാവുക, സ്വർഗത്തിലേക്ക് പോവുക. അവിടെ നല്ലൊരു സ്തുതിയൊക്കെ ഉണ്ട് അധ്യാത്മരാമായണത്തിൽ. ആ ഗണിത ഗുണം അപ്രമേയമദ്യം എന്നൊക്കെ പറഞ്ഞിട്ടേ, കണക്കാക്കാൻ പറ്റാത്തതായിട്ടുള്ള മഹാത്മ്യത്തോടു കൂടിയായിട്ടുള്ള രാമ, അങ്ങയുടെ മഹത്വം ആർക്കാ വാക്കുകൊണ്ട് പറഞ്ഞറിയിക്കാനായിട്ട് സാധിക്കുക. നല്ല പ്രവൃത്തികൾ ചെയ്യുന്നവർക്ക് പ്രാപ്യനും, ചീത്ത പ്രവൃത്തികൾ ചെയ്യുന്നവർക്ക് അപ്രാപ്യനും, അല്ലേ, പരധനം മുതലായിട്ടതിൽ ആഗ്രഹമുള്ളവർക്ക് ഒരു കാലത്തും കിട്ടാത്തവനും ഭഗവാനെ കിട്ടില്ല. ധർമ്മനിഷ്ഠയുള്ളവർക്കും ഭക്തിയുള്ളവർക്കും പ്രാപ്യനുമായിട്ട് സർവേശ്വര, അങ്ങനെയുള്ള രാമനെ ശരണമഹം പ്രപത്തിയെ എന്ന് പറഞ്ഞിട്ടാണ് നല്ലൊരു സ്തുതി. അതിനുശേഷം അവിടെ നിന്നാണ് പോയിട്ട് കബന്ധനെ കണ്ടു. പ്രേതകാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം കബന്ധനെ കണ്ടുകൊടുത്താണ് അരണ്യകാന്ഡം അവസാനിക്കുന്നത്. ഗൃഹാനം തം കബന്ധം ജഗനിത, ഗൃഹാനം തം അനുഗ്രഹിക്കുക. കബന്ധം പിടിച്ച് തിന്നാൻ വന്ന കബന്ധനെ കൊന്നു. ഗൃഹാനം വധിക്കുക. കബന്ധൻ വലിയ കൈകളിൽ രാമലക്ഷ്മണന്മാരെ പിടിച്ചു. അവൻ വികൃത സ്വരൂപത്തോടു കൂടി നിന്നു. പഴയകാലത്ത് അഹങ്കരിച്ചതുകൊണ്ടാണ് അങ്ങനെയൊക്കെ മുനിശാപം കൊണ്ടുണ്ടായത്. അപ്പോൾ ഇന്ദ്രൻ ആഹാരം മുടക്കാതിരിക്കാൻ വലിയ കൈകളിൽ കൈകൾ കൊടുത്തു. വജ്രായുധം കൊണ്ട് വെട്ടിയപ്പോൾ കൈകളെ കൊണ്ട് കിട്ടണത് നിനക്ക് തിന്നാം, പക്ഷേ നിനക്ക് സഞ്ചരിക്കാൻ കഴിയില്ല. കൈകളോ കാലുകളില്ല, കൈകളുണ്ട്, കാലുകളില്ല. മാത്രമല്ല മുഖം, ഇല്ലേ, വക്ഷസി മുഖവും ഒക്കെ പറഞ്ഞിട്ട് കാണാം. മുഖം
വയറോടുകൂടി ഒട്ടിയിട്ട് അങ്ങനെ കബന്ധൻ എന്ന് പറഞ്ഞാൽ തന്നെ വികൃത രൂപം എന്നാണ്. അതാണ് പേര് കബന്ധൻ. അതിൻ്റെ പേര് വേറൊരു പേരാണ് പറഞ്ഞിട്ടുണ്ട് അവിടെ എവിടെയോ രാമായണത്തിൽ എവിടെ ഒരു പേര് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു വംശത്തിൽപ്പെട്ട ആളാണല്ലോ കബന്ധൻ. ശരിക്കും പേരല്ല കബന്ധൻ കേട്ടോ. കബന്ധൻ എന്ന് പറഞ്ഞാൽ വികൃത രൂപം, കബന്ധങ്ങൾ എന്ന് പറയാറുണ്ട് നമ്മൾ. യുദ്ധക്കളത്തിലൊക്കെ കബന്ധങ്ങളുണ്ടാവും. എന്താ കബന്ധം? വികൃത രൂപത്തിലുള്ള ശരീരം, വെട്ടിക്കളഞ്ഞിട്ടുള്ള കൈയില്ലാത്തത്, കാലില്ലാത്തത്, ഭയാനകമായിട്ടൊക്കെ കൂടിയിട്ടാണ് ഈ കബന്ധങ്ങൾ. ശരീര കഷ്ണങ്ങൾ എന്നർത്ഥമാണ് ശരിക്കും വാക്കിൻ്റെ അർത്ഥം. ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങൾ, അതാണ് ആ പേരല്ല കബന്ധൻ. അപ്പോൾ ആ കബന്ധനെ വധിച്ചു. അവനും മോക്ഷം കൊടുത്തു. ഗണ്ണാനന്ദം കബന്ധം ജഗനിത ശബരീം പ്രേക്ഷ്യ പമ്പാതടഹിത്വം. നല്ല വാക്കുകൾ അറിയും. ഇതേപോലെ 20 ശ്ലോകത്തിൽ ഭംഗിയായിട്ട് രാമായണം പ്രതിപാദിച്ചിട്ടുള്ള ഒരു സംഗതി വേറെ ഇല്ല എന്നാണ് അറിവുള്ളവർ പറയണത്. നമ്മൾ കുറേ വായിച്ചിട്ടൊന്നുമില്ല, പക്ഷെ അറിവുള്ളവർ പറയണു ഇത്ര ഭംഗിയായിട്ട് 20 ശ്ലോകമാണ്. ഇപ്പോൾ 10 കഴിഞ്ഞുമല്ലോ. സിസ്റ്റമാറ്റിക്കായിട്ട് പ്രധാന പോയിൻറ്റ്സുകളൊന്നും വിടാതെ രാമായണം സംഗ്രഹിച്ചതിനെ ബട്ടേരിപ്പ പേപ്പത്തൂരിൻ്റെ ആ ഒരു സംഗ്രഹപാഠവും പലരും അഭിനന്ദിച്ചിട്ടുണ്ട്. രാമായണം വളരെ നന്നായിട്ടുണ്ട് എന്നാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായം. ഗണ്ണാനന്തം നല്ല ഒഴുക്ക ശ്ലോകത്തിന് വേഗം പടിയും ദിവസം വായിച്ചു നോക്കൂ. രാമായണം കാണാപ്പാടം ചെല്ലാൻ പറ്റും നമുക്ക്. ഗണ്ണാനന്തം കബന്ധം ജഗനിത ശബരിം പ്രേക്ഷ്യ പമ്പാതടേത്വം. കേട്ടാൽ തന്നെ അർത്ഥം മനസ്സിലാവും. പമ്പാതടത്തിൽ ശബരിയെ കണ്ടു. അത്യധികം ഭക്തയായിരുന്നു അവൾ. നീ വരുന്നതും പാർത്തു ഞാനിരിക്കുന്നു രാമ. വസ്തുത പറയുന്നുണ്ട്. എത്രയോ കാലമായി സർവേശ്വര. മനസ്സിലായില്ലേ? അപ്പം രാമൻ ഈശ്വരനാണെന്ന് എനിക്കറിയാം. വാൽമീകി അത് അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. സ്തുതികളില്ല എന്ന് മാത്രം. പൂജിച്ചു, കായകനികളൊക്കെ കൊടുത്ത് ഭക്ഷിച്ചു. നല്ല കായ പഴമാണോ എന്ന് അറിയാൻ കടിച്ചു കൊടുത്തു ശബരി എന്നാണ് പറയണം. ആ ആത്മാർത്ഥത ആണ് ഭഗവാൻ കണ്ടത്. ശുദ്ധാശുദ്ധത്തേക്കാൾ ശബരീം പ്രേക്ഷ്യ പമ്പാ തടേത്വം സംപ്രാപ്തോ വാതസൂനം പ്രശമുദിതമന പാഹിവാദാലയേശ. അവസാനത്തെ വരി കിഷ്കിന്ധാകാണ്ഡത്തിലേക്കുള്ള കാൽവെപ്പാണ് കേട്ടോ. ഹനുമാനെ കണ്ടു. അവിടെ ഭക്തിയോഗം ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട്. സത്സംഗം ഉണ്ടാവുക, ഈശ്വരകഥ പറയുക, ഈശ്വരകഥ പറയുന്നതിലും കേൾപ്പിക്കുന്നതിലും താല്പര്യം ഉണ്ടാവുക, ഭഗവാനെ സ്തുതിക്കുക, ഭഗവാന്റെ ഗുണഗണങ്ങൾ കീർത്തിക്കുക, പൂജാദികൾ ചെയ്യുക, ഏകാദശിയാദി വ്രതങ്ങൾ അനുഷ്ഠിക്കുക. അങ്ങനെ 9 നവവിധ ഭക്തിയോഗം. കഥകൾ കേൾക്കുക, കഥകൾ പറയുക, സ്തുതിക്കുക, ക്ഷേത്രോപവാസം, അതും ക്ഷേത്രദർശനം, ഇതൊക്കെയും ഭക്തിയോഗത്തിൻ്റെ അംഗങ്ങളാണ്. അതുകൊണ്ടൊക്കെ ഭക്തി ഉണ്ടാവുള്ളൂ എന്നാണ്. ഈശ്വരകഥ കേൾക്കുക, പറയുക ഒക്കെ ചെയ്യാനുള്ള താല്പര്യം ഉണ്ടാവും. ഗുണേരണം, ഭഗവാന്റെ മഹാത്മ്യം പറയുന്നതിൽ താല്പര്യം ഉണ്ടാവുക. അല്ല അലംഭാവം വേണ്ട. പറയാനുള്ള അവസരം കിട്ടിയാൽ അത് പറയാനുള്ള അവസരം ഉപയോഗിക്കുക. അതൊക്കെ ഭക്തിയുടെ ലക്ഷണങ്ങളായിട്ടാണ് പറയുക. അതവിടെ വിവരിച്ചു കൊടുത്തു. സംപ്രാപ്തോ വാതസൂനും. വലിയൊരു ഘട്ടമാണ് രാമായണത്തിലെ ഹനുമൽ സമാഗമം. അതുവരെ ഹനുമാനെ അറിയില്ല. രാമനെ ഹനുമാന് അറിയില്ല, അതുവരെ അറിയില്ല. ആ ഒരു ഘട്ടത്തിൽ സുഗ്രീവനെ കണ്ടു. അവരെല്ലാവരും കൂടി, സുഗ്രീവനും ഉണ്ട്, ഹനുമാനുണ്ട്, 4 പഞ്ചവാനരന്മാർ മന്ത്രിമാരും ഉണ്ട്. അപ്പോൾ സുഗ്രീവൻ പറഞ്ഞു, ആ പോകുന്ന 2 ആൾ നരനാരായണന്മാരോ അശ്വിനി ദേവതകളോ ആരാണെന്ന് അറിഞ്ഞു വരൂ ഹനുമാൻ പറയണം രാമായണത്തിൽ. അപ്പോൾ അവിടെ വന്ന് പറഞ്ഞു, എല്ലാ കാര്യങ്ങളും പറഞ്ഞു. സുഗ്രീവന്മാരുടെ കഥകൾ. ഒരു വാക്കുപോലും ഹനുമാൻ്റെ വാക്കിൽ അപശബ്ദമില്ല. അത്ര നന്നായിട്ടാണ് സംസാരിക്കുന്നത്. പണ്ടൊക്കെ ഈ വർത്തമാനം കേട്ടാൽ, സംസാരം കേട്ടാൽ അറിയാം ഒരാളുടെ സംസ്കാരം എന്നാണ്. ഒരു വാക്കുപോലും അബദ്ധമായിട്ട് പറയുന്നില്ലല്ലോ എന്നാണ് പറഞ്ഞ. സുഗ്രീവൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് അവർ തമ്മിലുള്ള സഖ്യമാണ്. അടുത്ത അധ്യായം കിഷ്കിന്ധാകാന്ഡം തുടങ്ങുകയാണ്. സംപ്രാപ്തോ വാതസൂനം വൃഷമുദിതമന പാഹിവാദാലയേശ. അങ്ങനെയുള്ള വാദാലയേശ, എന്നെ രക്ഷിക്കണം. എല്ലാവരും കയ്യിൽ പുസ്തകം ഉണ്ടാവുമെന്ന് വിചാരിക്കണം. ഇതിൽ കാണ്ഡം എവിടേക്ക് അവസാനിക്കണമെന്നൊന്ന് മാർക്ക് ചെയ്യേണ്ടവർക്ക് ചെയ്യാം കേട്ടോ. 4ാമത്തെ ശ്ലോകത്തിൽ യാതേ യാതോസ് അയോധ്യാം സുഗമിക നിവസൻ കാന്തയാ കാന്തമൂർത്തേ എന്നിടത്താണ് ബാലകാന്ഡം അവസാനിക്കുന്നത്. പത്നിയോട് കൂടിയിട്ട് അയോധ്യയിലേക്ക് മടങ്ങി. 4ാമത്തെ ശ്ലോകത്തിൽ
നടുവിൽ കാന്തയാ കാന്തമൂർത്തി പകുതിയിലാണ് ബാലകാന്ഡം അവസാനിച്ച് അയോധ്യാകാന്ഡം തുടങ്ങുന്നത്. 4-ാമത്തെ ശ്ലോകത്തിൽ പുസ്തകം വേണം കേട്ടോ, അതൊക്കെ പുസ്തകം വെച്ചാലേ ഗുണമുള്ളൂ. അടുത്തത് 6-ാമത്തെ ശ്ലോകത്തിൽ അയോധ്യാകാന്ഡം കഴിയുന്നു. തപ്തോദത്തംബു തസ്മേ നിദതിത ഭരതേ പാതുകാം മേദിനീം ച. കാട്ടിലേക്ക് പോയി രാമനെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമം പരാജയപ്പെട്ടതിനെ തുടർന്ന് പാതുകാം മെതിയടിയെ വാങ്ങി അയോധ്യാകാന്ഡം കഴിഞ്ഞു. അവിടെ അരണ്യകാന്ഡം തുടങ്ങണു. അത്രയും തത്വം അതവിടെ ഒന്ന് കഴിഞ്ഞാൽ മറ്റു തുടങ്ങുമല്ലോ. അരണ്യകാന്ഡം ആരംഭിച്ചു. ആ അരണ്യകാന്ഡം എവിടെയാണ് കഴിയണമെന്ന് ചോദിച്ചാൽ അത് 10-ാമത്തെ ശ്ലോകത്തിൽ ഗൃഹാനന്തം കബന്ധം എന്നുള്ളിടത്താണ്. കബന്ധനെ കണ്ടു. ശബരി തീരത്തേക്ക് പോകണോടത്ത് കിഷ്കിന്ധാകാന്ഡം ആരംഭിക്കുകയാണ്. ഇനി കിഷ്കിന്ധാകാന്ഡാണ് 35-ാമത്തെ ദശകം. അതിലാണ് രാമായണം അവസാനിക്കുന്നത്. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.